കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തു വിശ്വാസിയുടെ ആത്മീയ പാറ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഹോരബിലെ പാറയെക്കുറിച്ചും സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കാദേശിലെ പാറയെക്കുറിച്ചും പറയുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രിയമുള്ളവരെ, യഹൂദ ജനതയെ നയിച്ച ആ പാറ, ഹോരബിലെ പാറ, കാദേശിലെ പാറ, ഇവയെല്ലാം ഒന്നുതന്നെയായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയോട് കൽപ്പിക്കുവാനാണ് മോശയോട് കാദേശിൽ വെച്ച് ദൈവം പറഞ്ഞത്. എന്നാൽ ഹോരബിൽ പാറയെ അടിച്ചതുപോലെ കാദേശിൽ വെച്ച് മോശ ജനത്തിൻ്റെ കലഹം മൂലം പാറയെ 2 പ്രാവശ്യം അടിച്ചു. അതിനാൽ മോശയ്ക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല എന്ന് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവാകുന്ന ആ പാറയാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഇനിയും മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിൽ ആശ്രയിക്കുക. നമ്മുടെ പാപം മൂലം ഇനിയും ക്രിസ്തുവിനെ അടിക്കരുത്, അഥവാ ക്രൂശിക്കരുത്. ഓർക്കുക, മോശയ്ക്ക് വാഗ്ദത്ത ദേശം നഷ്ടമായതുപോലെ നമുക്കും നിത്യത നഷ്ടമാകും. ഇസ്രായേൽ ജനം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിച്ചതുപോലെ നാമും അവൻ്റെ നാമത്തിൽ മാമോദീസ അഥവാ സ്നാനം സ്വീകരിച്ച് ആ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന എന്ന ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും അനുഭവിക്കുന്നു. അത് ശ്രേഷ്ഠമാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുവാനുള്ള മാർഗമാണ്, നിത്യതയിലേക്കുള്ള വഴിയാണ്. മാനസാന്തരപ്പെട്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുക, വിശുദ്ധരാകുക. നാം ദൈവത്തോട് ചേർക്കപ്പെടും. അതല്ലോ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.